യാത്രയുടെ 13ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ കസോളിലേക്ക് പോകുന്ന വഴി ഷാർണി എന്നൊരു സ്ഥലമുണ്ട്, അവിടെയാണ് താമസിക്കുന്നത്. പാർവതി വ്യൂ ഹോട്ടൽ എന്നാണ് അതിൻ്റെ പേര്. അവിടെ നിന്നുള്ള വ്യൂ ആണ്, ഈ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ നിറയെ ആപ്പിൾ മരങ്ങളാണ്. ആപ്പിൾ പിടിച്ചു വരുന്നേ ഉള്ളൂ. ആപ്പിൾ വിളവെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ്. ഇവിടെ നിന്ന് 16 കിലോമീറ്റർ ഉണ്ട് കസോളിലേക്ക്. പിന്നെ അവിടെ നിന്ന് 4 കിലോമീറ്റർ പോയാലാണ് മണികരൻ എന്ന സ്ഥലത്തെത്തുക. പാർവതി നദിയുടെ തീരത്താണ് ഈ കസോൾ എന്നുള്ള സ്ഥലമുള്ളത്. ഇപ്പോൾ മണാലി, കുളു, കസോൾ ഭാഗത്തൊക്കെ സഞ്ചാരികളുടെ വലിയ തിരക്കാണ്. ഏപ്രിൽ 20 കാശ്മീരിലെ പഹൽഗാമിലെ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായതോടുകൂടി കാശ്മീർ പോകാൻ പ്ലാനിട്ടിരുന്ന ആളുകളൊക്കെ അവരുടെ റൂട്ട് മാറ്റി പിടിച്ചു. പകരം ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എന്നുള്ളതിലേക്ക് ഏറ്റവും നല്ല ഡെസ്റ്റിനേഷനായിട്ട് അവർ കൂടുതലും തിരഞ്ഞെടുക്കുന്നത് കുളു, മണാലി ഭാഗത്തൊക്കെയാണ്. അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ തിരക്ക് കൂടിയത്. കസോളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു KL വണ്ടി കണ്ടു, ഒരു ചുവന്ന ജീപ്പ് കോമ്പസ് ആണ്. അപ്പോൾ നമ്മളത് കൈ കാണിച്ച് നിർത്തി, അങ്ങനെ പരിചയപ്പെട്ടു. കോഴിക്കോട് നിന്നുള്ള അനൂപ് ഷായും അതുപോലെ അനൂപ് ഷായുടെ വൈഫ് നാഷി, അവരുടെ മകൻ ആ കാറിലുണ്ടായിരുന്നു. അങ്ങനെ അവരെയും കൊണ്ട് നമ്മൾ തൊട്ട് താഴെ ഒരു പുഴയുണ്ട്, പാർവതി റിവർ, അവിടെ ഇറങ്ങി. നല്ല തെളിഞ്ഞ കണ്ണീര് പോലെയുള്ള വെള്ളമാണ്. കുളിക്കാൻ കാണുമ്പോൾ തോന്നും, പക്ഷെ കുളിക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പാണ്. കസോൾ എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് മണികരൻ എന്നുള്ള സ്ഥലമാണ്. അവിടെ ഒരു ഗുരുദ്വാരയുണ്ട്, അവിടെ ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. ഭൂമിക്കടിയിൽ നിന്ന് നല്ല ചൂട് വെള്ളം പുറത്തേക്ക് വരും. അതുപോലെ തന്നെ കസോളിന് ചുറ്റും കുറേ മനോഹരമായ ഗ്രാമങ്ങളുണ്ട്. മലാന ഗ്രാമമുണ്ട്, അതുപോലെ രസോൾ എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട്. ചലാൽ മറ്റൊരു ഗ്രാമമാണ്. അതുപോലെ തന്നെ കൽഗ, പുൽഗ, ഇതൊക്കെ കസോളിന് ചുറ്റുമുള്ള മനോഹരമായ ഗ്രാമങ്ങളാണ്. ചലാൽ ഗ്രാമത്തിൽ വൈകുന്നേരം സംഗീത പാർട്ടിയൊക്കെ സംഘടിപ്പിക്കാറുണ്ട്, അവിടെയൊക്കെ പോകാൻ സാധിക്കും. പിന്നെ മണികരൻ കഴിഞ്ഞ് കുറച്ചുകൂടെ പോയി കഴിയുമ്പോഴത്തേക്കും ഖീർഗംഗ ട്രെക്കിംഗ് ആരംഭിക്കും. അത് ട്രെക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. 16 കിലോമീറ്റർ നീണ്ട ട്രെക്കിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ കസോൾ മാർക്കറ്റ്, ഇതൊക്കെ കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ്.
കസോളിലെത്തിയപ്പോഴേക്കും ഉച്ച കഴിഞ്ഞു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഹോട്ടൽ മലബാർ എന്നൊരു ബോർഡ് കണ്ടു. അപ്പോൾ മലയാളി ഫുഡ് കിട്ടുമെന്ന് കരുതി നേരെ അവിടെ കയറി ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. പക്ഷേ നമ്മുടെ മലയാളി ബിരിയാണിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വേറൊരു മസാല ചേർത്ത ബിരിയാണിയായിരുന്നു. കസോൾ മാർക്കറ്റ് കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി പോകുന്നത് മണികരണിലേക്കാണ്. കസോളിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ പോയാൽ മണികരൺ എത്തും. ഈ കാണുന്നതാണ് മണികരൺ എന്ന കുഞ്ഞു ടൗൺ. ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഹോട്ട് സ്പ്രിംഗ് ആണ്. അതുപോലെ ഒരു ഗുരുദ്വാരയുണ്ട്. പഞ്ചാബിൽ നിന്നൊക്കെ ധാരാളം വിശ്വാസികൾ ഈ ഗുരുദ്വാര കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ റോഡ് സൈഡിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇടമില്ല. അപ്പോൾ പാർക്കിംഗ് സ്പേസ് ഉണ്ട്, അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്ത ശേഷം നടക്കുകയാണ്. ഒരു 200 മീറ്ററോളം നടന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഗുരുദ്വാരയിലെത്താൻ പറ്റുക. ആ കാണുന്നതാണ് ഹോട്ട് സ്പ്രിങ്. അത് ആ ചൂട് വെള്ളമാണ്. അത് പുഴയിലേക്ക് ഒഴുകി വരികയാണ്. അത് ഭൂമിക്ക് അടിയിൽ നിന്ന് വരുന്നത് വെള്ളമാണ്. അത് ചൂട് വെള്ളമാണത്. ഇനി നമ്മൾ ഗുരുദ്വാരയ്ക്ക് അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ചില ആചാരങ്ങളൊക്കെ പാലിക്കണം. അതൊന്ന് നമ്മുടെ ഷൂസൊക്കെ ചെരുപ്പൊക്കെ പുറത്ത് വയ്ക്കണം. അതൊക്കെ സേഫായിട്ട് വയ്ക്കാൻ അവിടെ കബോർഡൊക്കെ ഉണ്ട്, അവർ സൂക്ഷിച്ച് വയ്ക്കും. അത് പിന്നെ തിരിച്ചു വരുമ്പോൾ തിരിച്ചു തരും. അതുപോലെ അകത്തേക്ക് കയറുമ്പോൾ ശിരോവസ്ത്രം ധരിക്കണം. ആണുങ്ങളും പെണ്ണുങ്ങളും ധരിക്കണം, അതവർ തരും.
അതുപോലെ അകത്ത് അവിടെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നിശബ്ദമായിട്ടൊക്കെ ഇരിക്കണം. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എപ്പോഴും ഭക്ഷണം തരും കേട്ടോ. അതുപോലെ നോക്കിയപ്പോൾ റൊട്ടി, അതുപോലെ ദാൽ കറി, പിന്നെ ഒരു പരിപ്പ് കറി, ഇതൊക്കെയാണ് ഇഷ്ടംപോലെ തരികയും ചെയ്യും. എപ്പോഴും ഫുഡ് ഇവിടെ കിട്ടും. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ഭക്ഷണം വാങ്ങിച്ചാൽ അത് പൂർണ്ണമായിട്ടും കഴിക്കണം. ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നത് അവർ സമ്മതിക്കത്തില്ല. മറ്റൊരു പ്രത്യേകത ഞാനിവിടെ കണ്ടത്, സാധാരണ ഈ ക്ഷേത്രങ്ങളിലൊക്കെ അന്നദാനത്തിനൊക്കെ പോകുമ്പോൾ ഒരുപാട് ക്യൂ നിൽക്കേണ്ടി വരും. അങ്ങനെയുള്ള ക്യൂ പരിപാടിയൊന്നും ഇവിടെയില്ല. എല്ലാം വളരെ നല്ല രീതിയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നല്ല സംഘാടനമാണ്. അതുകൊണ്ട് ഭക്ഷണത്തിന് വേണ്ടി നമുക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നില്ല. പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് പൈസ ഡൊണേറ്റ് ചെയ്യാം. നിർബന്ധമില്ല, വേണമെങ്കിൽ കൊടുക്കാം. മറ്റൊരു പ്രത്യേകത, ഇവിടെ താമസിക്കാൻ റൂമൊക്കെ കിട്ടും. ഈ കാണുന്നത് ഒരു ഇതാണ് ഹോട്ട് സ്പ്രിങ്ങിലെ വെള്ളം വരുന്ന ഒരു കുളമാണ്. ഇവിടെ കുളിക്കുന്നവരൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. അങ്ങനെ മണികരൻ കണ്ട് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് വരുന്ന വഴി ഒരു റിവർ സൈഡ് ക്യാമ്പിംഗ് കണ്ടു. ഒരുപാട് ടെൻറ്റുകളും കോട്ടേജുകളൊക്കെ പാർവതി നദിയുടെ തീരത്ത് കണ്ടു. മനോഹരമായൊരു ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ അവിടെ താമസിക്കാം എന്നൊരു പദ്ധതിയിൽ ഇറങ്ങി അന്വേഷിച്ചു. പക്ഷേ ടൂർ പാക്കേജുകാർ ഇന്നത്തേക്ക് കംപ്ലീറ്റ് കോട്ടേജും ബുക്ക് ചെയ്തിരിക്കുകയാണ്.